നമ്മളെ ലൈഫിൽ സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ടാവുമല്ലോ. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് നമുക്ക് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ടേണിംഗ് പോയിൻറ്റിലൂടെയാണ് ഈ ഷമീർ പാലക്കാടൻ എന്നൊരു ബ്രാൻഡായി മാറിയത്. അവിടെ നിന്നാണ് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ബ്രാൻഡ്, അതായത് നമ്മുടെ പേരിൻ്റെ കൂടെ ഒരു സെക്കൻഡ് നെയിം വേണം എന്നുള്ളൊരു ഇതിൽ ഒരു പാലക്കാടൻ, ഞാൻ പറഞ്ഞല്ലേ, പാലക്കാട് എന്നുള്ളത് നമ്മൾ കൂടുതലും ഞാൻ ചെയ്യുന്നത് പാലക്കാടൻ ഭാഷകളിലുള്ള വീഡിയോസ് ആയിരുന്നു. കൂടുതലും ഞാൻ 100% ചെയ്തുകൊണ്ടിരുന്നത് പാലക്കാടിൻ്റെ പല പല പ്രദേശങ്ങൾ, നമ്മുടെ നാടൻ ഗ്രാമങ്ങളും നാടൻ കടകളും നാട്ടുകാരെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും എൻ്റെ കണ്ടൻറ്റുകൾ എൻ്റെ നാട്ടുകാർ തന്നെയാണ്. അങ്ങനെ ഒരു പാലക്കാട് എന്നുള്ളതൊരു അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് ഷമീർ പാലക്കാട് എന്നുള്ളതാക്കി. നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ ഇല്ലല്ലോ, കാരണം വർക്കുണ്ട്, വളരെ തുച്ഛമായ സാലറിയും കാര്യങ്ങളൊക്കെയാണ്. ഈ സാലറിയിൽ നിന്ന് മിച്ചം വെച്ചിട്ടാണ് ചിലപ്പോൾ കൂട്ടുകാരൻ്റെ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഫുഡ് കഴിക്കാനും ഇതിൻ്റെ റിവ്യൂസ് എടുക്കാൻ കൂടെ ഒരാളെ കൊണ്ടുപോകണം. അന്ന് അവനിക്കും ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം, വണ്ടിക്ക് പെട്രോൾ അടിക്കണം, ഇതിൻ്റെയൊക്കെ ഒരു ഇതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പലർക്കും നമ്മൾ യൂട്യൂബിലിടുന്നു പറയുമ്പോൾ പേടിയാണ്, എന്തെങ്കിലും പ്രശ്നമാകുമോ, ഇത് ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും. പിന്നെ ഒരാൾ കഴിക്കുമ്പോൾ അടുത്ത് വേറൊരാൾ, നമ്മൾ കഴിക്കുമ്പോൾ അടുത്ത് വേറൊരാളുണ്ടാവും, അയാളുടെ വിഷയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡിലേറ്റ് ചെയ്യണം. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രൈവസിൻ്റെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഇന്നൊക്കെ അത് ആ ഒരു കാലഘട്ടമൊക്കെ മാറി. ഇന്നൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടാൽ എങ്ങനെയെങ്കിലും അവരൊരു വിഷയിൽ ഞങ്ങളൊന്ന് അങ്ങോട്ടൊന്ന് ചോദിക്കുന്നതുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും തിന്ന് നടക്കുന്നവൻ എന്നാണ് ഒരു ഫുഡ് ബ്ലോഗറിന് പൊതുവെ അറിയപ്പെടുക. അവനിങ്ങനെ നമ്മൾ പാലക്കാട് ഭാഷയിൽ പറയുകയാണെങ്കിൽ ഓസിന് തിന്ന് നടക്കുന്നവൻ, അത്രേ അവർ അതിന് പുറകിൽ എത്രമാത്രം അതിന് പരിശ്രമം ഉണ്ടെന്നും അവർ ചിന്തിക്കുന്നില്ല. കാരണം നമ്മൾ വീഡിയോ ചെയ്ത ഒരു കട പോലും ഇന്ന് വരെ അടച്ചു പൂട്ടേണ്ടി വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ 1 കിലോ ബീഫ് കറി വെച്ചവിടെ നിന്ന് 10-15 കിലോ വെക്കുന്നുണ്ട്. 10 കിലോ ബിരിയാണി വെച്ചവിടെ നിന്ന് 30-40 കിലോ ബിരിയാണി വെച്ചവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പലവിടെയും നമ്മൾ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ കുറേ ചേച്ചിമാരെയും ചേട്ടന്മാരെയും കാണുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, പാലക്കാട് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് നിന്നെ എങ്ങനെ ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മൾ അപ്ഡേറ്റ് ആണ് പാലക്കാട്. പാലക്കാടിനെയും പാലക്കാടൻ ഗ്രാമങ്ങളെയും പാലക്കാട്ടിലെ ജനങ്ങളെയും ഈ ഒരു ലോകത്തെത്തിച്ചിട്ടുള്ള, അതിനൊരു ബ്രാൻഡാക്കി മാറ്റിയിട്ടുള്ള പാലക്കാട്ടിലെ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ, ഒരു സാധാരണക്കാരിൽ നിന്നും ഒരു സെലിബ്രിറ്റി ആയിട്ട്, ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസറാണ് ഇന്നത്തെ ഗസ്റ്റ് റൂമിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഗസ്റ്റ് റൂമിലേക്ക്. ദിസ് ഇസ് RJ സുനിൽ. എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു പാലക്കാട്ടുകാരുടെ
വളരെ പ്രിയങ്കരനായിട്ടുള്ള ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഷമീർ പാലക്കാട്. താങ്ക് യു. ഷമീറിനെ ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എനിക്ക് കഴിഞ്ഞ ആണ് ഞാൻ ഇൻ്റർവ്യൂ സുനിൽ ചെയ്യുന്നു പറയുമ്പോൾ തന്നെ എനിക്കത് ഭയങ്കര സന്തോഷമായി. എന്നെ പണ്ട് മുതലേ അറിയുന്ന ഒരാളാണല്ലോ. ഏറെക്കുറെ 10 വർഷത്തോളമായിട്ട് നമുക്ക് അതിൽ പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ഷമീർ എന്ന ഒരു കൊല്ലങ്കോട്ടുകാരൻ ഷമീർ പാലക്കാടനായിട്ട് മാറിയിട്ടുള്ള ആ ഒരു ജേണി അതൊരു ചെറിയ യാത്രയല്ല എന്നെനിക്കറിയാം. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് വന്ന് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ വന്നിരിക്കുന്നത്. ശരിയാ. അപ്പോൾ പറയൂ, ആ ഒരു യാത്രയെക്കുറിച്ച് പറയൂ. നമ്മൾ പരിചയപ്പെട്ടത് നമ്മൾ ട്രോൾ പാലക്കാടിലൂടെയാണ് അല്ലേ. നമ്മൾ ട്രോളുകൾ കൊല്ലങ്കോടിനും അല്ലെങ്കിൽ പാലക്കാടിനെ കുറിച്ചുള്ള ട്രോളുകളിലൂടെയായിരുന്നു നമ്മൾ സജീവമായിരുന്നത്. പിന്നീട് നമ്മളെ ലൈഫിൽ സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് നമുക്ക് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ടേണിംഗ് പോയിൻറ്റിലൂടെയാണ് ഈ ഷമീർ പാലക്കാടൻ എന്നൊരു ബ്രാൻഡായി മാറിയത്. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഏറ്റവും വൈറലായ നമ്മുടെ ഇന്ത്യയിലെ 10 സുന്ദരമായ ഗ്രാമങ്ങളായ കൊല്ലങ്കോടിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് പക്ഷേ അത് എടുക്കുന്നത് ഞാനാണെന്നോ അല്ലെങ്കിൽ അതൊന്നും ആർക്കും അറിയില്ലായിരുന്നു. ജസ്റ്റ് ഒരു പാലക്കാട് എന്നുള്ളൊരു വാട്ടർ മാർക്കിൽ നമ്മളത് ചെയ്തുകൊണ്ടിരുന്നു. പല പേജുകളും അത് പോസ്റ്റ് ചെയ്തത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്തിൻ്റെ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുമായിരിക്കും, നമ്മുടെ മുബാറക്കിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ടൊരു ഫുഡിൻ്റെ വ്ലോഗ് ചെയ്യണമെന്ന് മുബാറക്ക് എന്നോട് വിളിച്ച് പറയുന്നത്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് ABCD ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും മൂപ്പര് അല്ല നിങ്ങൾ തന്നെ വന്നൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യമായി നമ്മളൊരു ഫുഡ് വ്ലോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അന്ന് ഇൻസ്റ്റാഗ്രാം അത്ര ട്രെൻഡിങ് അല്ല, ഫേസ്ബുക്കിലും ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. അത് പിന്നീട് അയ്യപ്പേട്ടൻ്റെ കടയിലേക്കും അവിടെ നിന്ന് ചന്ദ്രൻ ചേട്ടൻ്റെ ചായക്കടയിലേക്കും നമ്മുടെ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലേക്കായി പ്രൊമോഷൻ മാറുകയാണ് ഉണ്ടായത്. പിന്നീട് അയ്യപ്പേട്ടൻ്റെ കട ഫേമസായി. അതിലൂടെ നമ്മളും കുറച്ചുകൂടെ ഉയർന്നു. പിന്നെ നമ്മുടെ ഫുഡിൻ്റെ ഒരു വ്ളോഗ് കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പാലക്കാടിൻ്റെ ഷാപ്പുകളിലുള്ള ഫുഡിൻ്റെ വീഡിയോസുകൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ നമുക്കൊരു 1.5 മിനിറ്റ് ആ ഒരു ടൈം, 1 മിനിറ്റൊക്കെ 30 സെക്കൻഡ് 1 മിനിറ്റൊക്കെ ആയ ടൈമാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് വൈറലാവാൻ തുടങ്ങി നമ്മുടെ വീഡിയോസുകൾ, ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഷമീർ പാലക്കാടൻ എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്ത് വരുന്നത്. കാരണം ഒരു ബ്രാൻഡ് നമ്മൾ KGF-ലൊക്കെ പറയുന്ന പോലെ ഒരു ബ്രാൻഡ് വേണമല്ലോ. അപ്പോൾ നമ്മുടെ പാലക്കാട് എന്നുള്ള നമ്മുടെ നാട് തന്നെ നമ്മൾ ബ്രാൻഡാക്കി എടുത്തു. ആ സമയത്താണ് നമ്മുടെ കൊല്ലങ്കോട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ റൊണാൾഡോയുടെ കട്ടൗട്ട് സ്ഥാപിക്കുന്നത്. കുറച്ചുകൂടെ അതിൻ്റെ വ്ളോഗ് ചെയ്തപ്പോഴാണ് കുറച്ചുകൂടെ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ളവർക്കും നമ്മൾ പിന്നെ അറിയപ്പെടാൻ തുടങ്ങി. കാരണം നമ്മൾ അന്ന് ചെയ്ത 3-4 വീഡിയോസുകളും എല്ലാം മില്യൺ കണക്കിന് വ്യൂസും. അന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ അടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. അങ്ങനെ ഒരു അങ്ങനെ ട്രെൻഡിങ് ആയി. ഇത് ഇവിടം വരെ എത്തി നിൽക്കുന്നുല്ലേ. എനിക്ക് തോന്നുന്നു ആദ്യം ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ സ്ക്രിപ്റ്റ് ചെയ്ത് പാലക്കാടൻ സ്ലാങ്ങിലൂടെ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിട്ട് സ്കിറ്റൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടായിരുന്നത്. പാലക്കാടിൻ്റെ ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷതകൾ, അപ്പോൾ പാലക്കാടിൻ്റെ ഓരോ ഭാഗങ്ങൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ വീഡിയോ അന്ന് നമുക്ക് ഒഫീഷ്യലായിട്ട് പേജുകളില്ല. നമ്മുടെ പാലക്കാടിൻ്റെ പല പേജുകളിലായിട്ട് നമ്മൾ കൊടുത്ത് അവർ പോസ്റ്റ് ചെയ്യാണ് പതിവ്. പാലക്കാടൻ ശൈലിയായിരുന്നു അത്. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നമുക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ അതിലൊരു സ്ക്രിപ്റ്റ് രൂപേണ അങ്ങനെ ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്നതാണ്. അത് അത്യാവശ്യം നല്ല ക്ലിക്കായി. അതുപോലെ നമ്മുടെ റാവുത്തർ ഭാഷയിലുള്ള ഒരു ബിരിയാണിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കല്യാണത്തിന് പോയി ബിരിയാണി ശരിയായില്ല എന്നുള്ള രീതിക്കൊക്കെ. അതും അത്യാവശ്യം എല്ലാവരും നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി ഇന്ന ആളാണെന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് തമിഴിലെ റാവുത്തർ തമിഴ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ ഭാഗങ്ങളിൽ മാത്രമുള്ളൊരു റാവുത്തർ തമിഴാണ്. അതെ. അപ്പോൾ ആ ഒരു വീഡിയോയും പല വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്കുകളൊക്കെ ഷെയർ ചെയ്ത് അതും അത്യാവശ്യം. കാരണം ഇതെല്ലാം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വോയിസ് അല്ലാതെ നമ്മുടെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. നമ്മളൊരു ട്രാവൽ വീഡിയോ അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അതിൽ ജസ്റ്റ് മ്യൂസിക് മാത്രമായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് പിന്നീട് ഈ ഒരു വ്ളോഗിങ്ങിലേക്ക് നമ്മൾ വരുന്നത് അല്ലേ. ഈ ഷമീർ എന്ന പേര് മാറ്റി ഷമീർ പാലക്കാടനാക്കുന്നത് എപ്പോഴായിരുന്നു? അത് പണ്ട് നമ്മൾ ഫേസ്ബുക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഫസ്റ്റത്തെ അക്കൗണ്ട് ഷമീർ സമി എന്നൊരു അക്കൗണ്ട് ആയിരുന്നു. അതെ. അപ്പം അന്നെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഫോട്ടോസ് ഇടും,
കുറേ പിക്സാർട്ടിലൊക്കെ കയറി കുറേ കളറൊക്കെ കൊടുത്തിട്ട് ആ ഫോട്ടോസിനൊന്ന് കളർഫുള്ളാക്കി പോസ്റ്റ് ചെയ്യും. പിന്നെ അന്ന് എഴുത്തും കവിതകളൊക്കെ ആയിരുന്നു അന്ന് ഫേസ്ബുക്കിൽ. ഒരു 4 വരി 8 വരി കവിതകൾ അതൊക്കെയായിരുന്നു പണ്ട് ഫേസ്ബുക്ക് കീഴടക്കിക്കൊണ്ടിരുന്നത്. അന്ന് വീഡിയോസുകളൊന്നുമില്ല, ഫേസ്ബുക്ക് വീഡിയോസുകൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അവിടെ നിന്നാണ് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ബ്രാൻഡ്, അതായത് നമ്മുടെ പേരിൻ്റെ കൂടെ ഒരു സെക്കൻഡ് നെയിം വേണം എന്നുള്ളൊരു ഇതിൽ ഒരു പാലക്കാടൻ, ഞാൻ പറഞ്ഞല്ലോ ഈ പാലക്കാട് എന്നുള്ളത് നമ്മൾ കൂടുതലും ഞാൻ ചെയ്യുന്നത് പാലക്കാടൻ ഭാഷകളിലുള്ള വീഡിയോസായിരുന്നു. കൂടുതലും ഞാൻ 100% ചെയ്തുകൊണ്ടിരുന്നത് പാലക്കാടിൻ്റെ പല പല പ്രദേശങ്ങൾ, നമ്മുടെ നാടൻ ഗ്രാമങ്ങളും നാടൻ കടകളും നാട്ടുകാരെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും എൻ്റെ കണ്ടൻറ്റുകൾ എൻ്റെ നാട്ടുകാർ തന്നെയാണ്. അങ്ങനെ ഒരു പാലക്കാടെന്നുള്ളതൊരു അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് ഷമീർ പാലക്കാടെന്നുള്ളതാക്കി. പക്ഷേ ഇന്ന് ഷമീറിനെ അറിഞ്ഞോ ഇല്ലയോ പാലക്കാടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ രീതിക്ക് തുടക്കകാലത്ത് എന്തായാലും സ്ട്രഗിൾ ഉണ്ടാവുമല്ലോ, ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. ആ ഒരു സ്ട്രഗിൾ എങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു? പണ്ട് നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ ഇല്ലല്ലോ, കാരണം വർക്കുണ്ട്, വളരെ തുച്ഛമായ സാലറിയും കാര്യങ്ങളൊക്കെയാണ്. ഈ സാലറിന്ന് മിച്ചം വെച്ചിട്ടാണ് ചിലപ്പോൾ കൂട്ടുകാരൻ്റെ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഫുഡ് കഴിക്കാനും വലിയ ഇതിൻ്റെ റിവ്യൂസ് എടുക്കാൻ കൂടെ ഒരാളെ കൊണ്ടുപോകണം. അന്ന് അവനിക്കും ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം, വണ്ടിക്ക് പെട്രോൾ അടിക്കണം, ഇതിൻ്റെയൊക്കെ ഒരു ഇതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പലർക്കും നമ്മൾ യൂട്യൂബിലിടുന്നു പറയുമ്പോൾ പേടിയാണ്, ഇതിൽ എന്തെങ്കിലും പ്രശ്നമാകുമോ, ഇത് ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും. പിന്നെ ഒരാൾ കഴിക്കുമ്പോൾ അടുത്ത് വേറൊരാൾ, നമ്മൾ കഴിക്കുമ്പോൾ അടുത്ത് വേറൊരാളുണ്ടാവും, അയാളുടെ വിഷയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡിലേറ്റ് ചെയ്യണം. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രൈവസീൻ്റെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഇന്നൊക്കെ അത് ആ ഒരു കാലഘട്ടമൊക്കെ മാറി. ഇന്നൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടാൽ എങ്ങനെയെങ്കിലും അവരൊരു വിഷയിൽ ഒന്ന് ഞങ്ങളൊന്ന് അങ്ങോട്ടൊന്ന് ചോദിക്കുന്നതുണ്ട്. പിന്നെ പലരും നമ്മൾ മുൻകൂട്ടി, കാരണം ഒരു പ്രത്യേകിച്ച് നമ്മൾ നാടൻ കടകളാണ് എടുക്കുക. അപ്പോൾ ഒരാളൊരു കട സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആരാന്ന് പോലും അറിയാതെ നമ്മൾ അവിടെ നിന്ന് ആദ്യം പോയി കഴിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ വീഡിയോ നമ്മൾ എടുക്കാൻ വരട്ടെ എന്ന് കൊണ്ട് ചോദിക്കുക. അപ്പോൾ ചിലപ്പോൾ ഒരു ഓക്കെ എന്നൊക്കെ പറയും. നമ്മൾ പോകുന്ന സമയത്ത് പല നാട്ടുകാരും പലതും പറഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ ഇടയിൽ കൂടെ. വീഡിയോ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ഓഫീസർമാർ കണ്ടാൽ അത് പ്രശ്നമാകും, ഫുഡ് സേഫ്റ്റി ഇഷ്യൂ ആവും. അങ്ങനെ പലപ്പോഴും നമുക്കത് നമ്മൾ പോയിട്ട് തിരിച്ചു വരേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും തിന്ന് നടക്കുന്നവൻ എന്നാണ് ഒരു ഫുഡ് ബ്ലോഗറിന് പൊതുവെ അറിയപ്പെടുക. അവനിങ്ങനെ നമ്മൾ പാലക്കാട് ഭാഷയിൽ പറയുകയാണെങ്കിൽ ഓസിന് തിന്ന് നടക്കുന്നവൻ, അത്രേ അവർ അതിന് പുറകിൽ എത്രമാത്രം അതിന് പരിശ്രമം ഉണ്ടെന്നും അവർ ചിന്തിക്കുന്നില്ല. കാരണം നമ്മൾ വീഡിയോ ചെയ്ത ഒരു കട പോലും ഇന്ന് വരെ അടച്ചു പൂട്ടേണ്ടി വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ 1 കിലോ ബീഫ് കറി വെച്ചവിടെ നിന്ന് 10-15 കിലോ വെക്കുന്നുണ്ട്. 10 കിലോ ബിരിയാണി വെച്ചവിടെ നിന്ന് 30-40 കിലോ ബിരിയാണി വെച്ചവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം അതെല്ലാം നമ്മളെപ്പോലെ കുറേ പേര് വീഡിയോസും കാര്യങ്ങളും, കാരണം പുറം ലോകത്തേക്ക് നമ്മൾ എത്തിക്കുകയാണല്ലോ ഒരു സംഭവം ഉണ്ടെന്ന്. ഓക്കെ, അങ്ങനെയാണ് വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു പ്രൊമോഷനാക്കി മാറ്റുന്നത് എപ്പോഴാണ് ഇത്? നമ്മൾ ആദ്യം ഒന്നും നമുക്ക് പൈസ വാങ്ങിച്ചിട്ടൊന്നും ആയിരിക്കില്ല, ആദ്യം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. പിന്നീട് എപ്പോഴാണ് അതൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എന്ന രീതിയിലേക്ക് ഷമീർ പാലക്കാടൻ മാറിയത്? ഞാൻ പറഞ്ഞല്ലോ കൊല്ലങ്കോടിൻ്റെ എൻ്റെ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ പഴയ പോസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ നമ്മൾ യഥാർത്ഥത്തിലുള്ള കൊല്ലങ്കോട് എങ്ങനെയാണെന്നുള്ള വിഷ്വലുകൾ കാണിക്കും. അപ്പോൾ അന്ന് എനിക്ക് 1000-1500 ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ നമ്മളെടുക്കുന്ന വീഡിയോസ് നമ്മളുടെ പോലും അനുവാദമില്ലാതെ പാലക്കാട്ടിലെ ഇപ്പോഴത്തെ പല പ്രമുഖ ചാനലുകാരും കാരണം അവർക്ക് ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്, ഒരു യാത്ര പോലും ചെയ്യാത്ത ആൾക്കാർ നമ്മുടെയൊക്കെ വീഡിയോസ് എടുത്തിട്ട് അവർ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവർ വളരും തോറും നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് മുന്നേറ്റമൊന്നുമില്ല. അപ്പോൾ ആ സമയത്താണ് നമ്മളിങ്ങനെ ഒരു പരസ്യം ചെയ്യാനായിട്ടൊക്കെ വിളിക്കുന്നത്. പരസ്യം ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു ഹോട്ടലിൻ്റെ നമ്മൾ റിവ്യൂ ഇടാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഫുഡാണ് നമുക്ക് ഫ്രീ ആയിട്ട്, അന്ന് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും അന്ന് ഫുഡ് മാത്രമേ ഉണ്ടായിരുന്നു, ഫുഡാണ് നമ്മളന്ന് നമ്മൾക്ക് അന്ന് ഇത് കിട്ടുന്നത്. പിന്നെ ഇത് ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിക്ക് കുറച്ച് ഈ തുണിക്കടക്കാരും, കാരണം ഈ ഓഫറിൽ വിൽക്കുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ കട കാലിയാക്കുന്നവർ, അപ്പോൾ ഒരു ചെറിയ തുച്ഛമായ അന്ന് ഒരു 1000 രൂപ ആ ഒരു പേയ്മെൻറ്റിലേക്ക് അന്ന് നമുക്ക് വലിയ കാര്യമാണ്. ഇങ്ങോട്ട് എടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് 1000 രൂപ ഇങ്ങോട്ട് തന്നിട്ട് വീഡിയോ ചെയ്യാം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചെറിയ രീതിക്ക് നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്തെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോസിൽ ശ്രദ്ധിച്ചറിയാം, എന്നെ വിളിച്ച ഏതൊരു ഷോപ്പുകാരായാലും അവരുടെ ഒരു 3, 4, 5 വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോസ് കൊണ്ട് അവർക്ക് അത്രയും ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏത് ബ്രാൻഡുകാർ നമ്മൾ ഒരു തവണ വിളിച്ചാൽ വീണ്ടും അവർ അടുത്ത സീസണിലോ അല്ലെങ്കിൽ അവരുടെ അടുത്ത ഓഫർ ഇടുമ്പോൾ നമ്മൾ വിളിക്കും. പിന്നെ നമ്മളിപ്പോൾ പലവിടെയും നമ്മൾ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ കുറേ ചേച്ചിമാരെയും ചേട്ടന്മാരെയും കാണുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, പാലക്കാട്
എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് നിന്നെ എങ്ങനെ ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മൾ അപ് ടു ഡേറ്റ് ആണ്. പാലക്കാട് എന്തൊരു സംഭവം വരികയാണെങ്കിൽ ആദ്യം നമ്മൾ അവർ കോണ്ടാക്ട് ചെയ്യും വീഡിയോ ചെയ്യാനായിട്ട്. എല്ലാം സോഷ്യൽ മീഡിയ വഴി ഉണ്ടായതാണ്. എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും ലൈഫിൽ എന്നൊക്കെ? ഇല്ല, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു മാറ്റം കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ചെറിയൊരു മൊബൈലിലോ അല്ലെങ്കിൽ ഒരു ടി വിയിലൊക്കെ കണ്ട ആൾക്കാരുടെ കൂടെയൊക്കെ നമ്മളൊരു വേദി പങ്കിടുക, അവരുടെ കൂടെ നമ്മൾ യാത്രകൾ ചെയ്യുക. പിന്നെ ഇപ്പം ഞാനിപ്പോൾ സുനിലിൻ്റെ മുമ്പിൽ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നു. കാരണം അന്ന് എനിക്ക് സുനിൽ ഒരു സെലിബ്രിറ്റിയാണ്, അന്നും ഇന്നും തന്നെ കേട്ടോ. കാരണം ഞാൻ നമ്മൾ തസ്രാക്കിൽ OV വിജയൻ സ്മാരകത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം അഹല്യ FM പരിപാടിക്ക്. അപ്പോൾ അന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു നിലയിൽ. ഇന്നിപ്പോൾ പാലക്കാട്ടിൽ ആരോട് ചോദിച്ചാലും ഒരു ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് 10 വീഡിയോ എടുക്കുമ്പോൾ ഒരു വീഡിയോ നമ്മുടെ വരും. അതെ, അപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു ടേണിംഗ് പോയിൻ്റാണ് ഇത്. ശരിക്കും ഷമീർ പാലക്കാടിൻ്റെ ഹാർഡ് വർക്കാണോ അതോ ഒരു ദൈവത്തിൻ്റെ ഒരു ഇതാണോ? അല്ല, എനിക്ക് നമ്മൾ ദൈവം നമ്മുടെ കൂടെ എന്നും കൂടെയുണ്ട്, അതുപോലെ നമ്മുടെ വീട്ടുകാർ. കാരണം ഇപ്പോഴും നമ്മുടെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുകാർ തന്നെയാണ്. കാരണം നാളെ ഇനിയിപ്പോൾ എനിക്ക് വയനാട് ഒരു പ്രൊമോഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ നാളെ ഒരു എറണാകുളത്തൊരു പ്രൊമോഷൻ ഉണ്ട്, അപ്പോൾ ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ അവർ എപ്പോൾ എത്തുന്ന മാത്രമേ ചോദിക്കുള്ളൂ എത്ര ദിവസത്തെ പരിപാടിന്ന്. അല്ലാതെ ഒരിക്കലും അവർ മുടക്കം പറഞ്ഞിട്ടില്ല. അവർ പണ്ട് മുതൽ അവർ മുടക്കം പറഞ്ഞാണെന്നുണ്ടെങ്കിൽ എനിക്ക് പല കാര്യങ്ങളിലും നമുക്കൊരു മിസ്സായനെ. അപ്പോൾ അതൊരു വലിയൊരു ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് കുറേ കിട്ടുന്ന കോണ്ടാക്ട്സുകൾ, എന്താ പറയുക, നമ്മൾ ആരെന്ന് പോലും അറിയാത്തവർ പോലും നമ്മളെ ഒരു കോണ്ടാക്ട്, അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെയാണ് എത്താൻ കാരണം. ഇപ്പോൾ കൊല്ലങ്കോട് എന്ന ഒരു സ്ഥലം ഇപ്പോൾ ഒരു സമയത്ത് ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മറ്റു പല ടൂറിസ്റ്റ് പ്ലേസിനേക്കാളും ആളുകൾ ഇങ്ങോട്ട് ഇപ്പോഴും ഒഴുകി എത്തുന്നുണ്ട്. അപ്പോൾ കൊല്ലങ്കോട് എന്ന ഒരു സ്ഥലത്തെ ലോകത്തിലേക്ക് എത്തിക്കാനായിട്ടൊരു പ്രധാന പങ്ക് വഹിച്ച ഒരാൾ കൂടെയാണ്. അപ്പോൾ ആ കൊല്ലങ്കോടിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. കാരണം നമ്മുടെ നാട്, പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ കിഴക്കൻ മേഖല, നമ്മുടെ കൊല്ലങ്കോട് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നിഷ്കളങ്കരായ മനുഷ്യരാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ കൃഷിയെ അല്ലെങ്കിൽ ആ കൃഷിപ്പണിയിലൂടെയൊക്കെ ജീവിതമാർഗം കണ്ടെത്തുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക, ആ ഒരു ഭംഗി ഇപ്പോഴും അവർ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ആ ഒരു നിലനിർത്തുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നും കൊല്ലങ്കോട് എത്ര പേര് വന്നാലും മടുക്കാത്തൊരു സ്ഥലമായി മാറുന്നത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഈ വാട്ടർഫാൾസിൻ്റെ ഇതൊക്കെ ഇടുമ്പോൾ പലരും നമ്മളോട് ചോദിക്കും. അപ്പോൾ പലരും പേഴ്സണലി മുഖത്ത് നോക്കി പറയാറുമുണ്ട്, അവനത് ഭ്രാന്താണ്. കാരണം ഇവിടെ സീതാർകുണ്ടൊക്കെ പോയിട്ട്, കാരണം സീതാർകുണ്ട് ഇന്നത്തെ സീതാർകുണ്ടല്ല അന്ന്. കാരണം 9 മണി കഴിയാതെ അതിനകത്തോട്ട് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി 12 മണിക്ക് കയറുന്നതിന് തുല്യമാണ്. അത്രയ്ക്കും ഇരുട്ടും ഭീകരമൊക്കെ. നമ്മളിനിയിപ്പോൾ അവിടെ പോയി മിസ്സിങ് ആയാൽ പോലും അവിടെ നിന്ന് നമുക്ക് ഇൻഫോം കിട്ടണമെങ്കിൽ ചിലപ്പോൾ വൈകിട്ടാവും. കാരണം വണ്ടി അവിടെ വൈകിട്ടായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളൊരു ഇത് വരും, അത്രയ്ക്കും ഇതുള്ള. അപ്പോൾ അന്ന് അതിൻ്റെ ഒറിജിനാലിറ്റി ആയിട്ടുള്ള വിഷ്വലുകൾ നമുക്ക് കിട്ടുമായിരുന്നു. എന്നാൽ ആ ഒറിജിനാലിറ്റി ആയിട്ടുള്ള വിഷ്വലുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് അത്. കാരണം എൻ്റെ ഒരു ഇതിൽ എല്ലായിടത്തും നെൽപ്പാടങ്ങളുണ്ട് അല്ലേ, എല്ലാ സ്ഥലങ്ങളും. നമ്മളിപ്പോൾ കുട്ടനാട് ഞാൻ പോയി, കുട്ടനാട് നമുക്ക് നെൽപ്പാടങ്ങളുണ്ട്. ഇപ്പോൾ പാലക്കാടിൻ്റെ നേരെ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡാണെങ്കിലും അവിടെ ഇഷ്ടംപോലെ നെൽപ്പാടങ്ങളുണ്ട്. പക്ഷേ ആ ഒരു പശ്ചിമഘട്ട മലനിരകളായിക്കോട്ടെ, ഇത്രയും വെള്ളച്ചാട്ടങ്ങളായിക്കോട്ടെ, ഇത്രയും പാടങ്ങളും ഒത്തൊരുമിച്ച ഒരേ ഒരു സ്ഥലം, അത് നമ്മുടെ കൊല്ലങ്കോട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും കൊല്ലങ്കോട് ഇത്രയ്ക്ക് നമ്മൾ ഇടുമ്പോഴും നാട്ടുകാരതിനെ, അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർ ഹൃദയത്തോട് ചേർത്തിയത്. ഓക്കെ, കൊല്ലങ്കോടിൻ്റെ ഒരു തനതായ ബ്യൂട്ടിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. കാര്യം ഈ പുറത്തുനിന്നുള്ള ആൾക്കാർ കാണാൻ വരുന്നതിന് മുന്നേ തന്നെ അതിലും ഭംഗിയുള്ളൊരു കൊല്ലങ്കോട് ഉണ്ടായിരുന്നു. മനോഹരം. ഇപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയവിടെ. അതെ, അന്ന് ഞാൻ പറഞ്ഞല്ലോ, കാരണം നമുക്ക് അന്ന് നമ്മുടെ കണ്ണിലും നമ്മുടെ ക്യാമറ കണ്ണിലും കണ്ട കാഴ്ചകളല്ല ശരിക്കും. കാരണം ഇപ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളും പല ആൾക്കാരും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിനെ കുറച്ചൊക്കെ എടുത്ത് മാറ്റി. കാരണം ഒരു പാടവരമ്പത്തിൽ പുല്ലുള്ള വരമ്പിലൂടെ നടന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി. കാരണം നമ്മുടെ പഴയ വീഡിയോസിൽ ഞാൻ ഒരു കുട്ടി നടക്കുന്നൊരു സീനുണ്ട്. ഇന്ന് ആ ഒരു പുല്ല് മാറി അവരൊരു മണ്ണ് റോഡാക്കി റോഡാക്കി മാറ്റി. അതിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഇത് മാറും. പിന്നെ ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് അവിടെ മാലിന്യങ്ങൾ കൂടുന്നപ്പോൾ നമ്മൾ റീസെൻ്റ്ലി കണ്ടല്ലോ, പല ലഹരിയും ഉപയോഗിച്ച് അവിടെ ആളുകൾ വരും. പലരും അവിടെ ജീവിതവും അവിടെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതൊക്കെയാണ് കാരണം. ഇതൊക്കെ നമ്മുടെ കുറച്ചുകൂടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലൊക്കെ ഒരു നല്ലൊരു ഇത് വരുത്തുകയാണെങ്കിൽ
നമ്മൾ കൊല്ലങ്കോട് ഇനിയും മനോഹരമായിട്ട് തന്നെ തുടരും. കാരണം കൊല്ലങ്കോടിനെ അനുബന്ധിച്ച് ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. കാരണം നമുക്കിപ്പോൾ ചുള്ളിയാർ ഡാം ആയിക്കോട്ടെ, കൊല്ലങ്കോട്, ഇപ്പോൾ നമ്മുടെ യലവഞ്ചേരി ഭാഗങ്ങൾ നല്ല ടൂറിസ്റ്റ്, അതായത് ഈ ഒരു 80-90 കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയാണോ അതേ സ്ഥലങ്ങളാണ് ഇപ്പോഴും നമ്മുടെ നാട്. അത് കൃത്യമായിട്ട് ജനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടെ അതിനൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലങ്കോട് ഇനിയും മനോഹരമായി തുടരും. ഈ ഒരു വ്ളോഗിങ്ങിലേക്ക് വന്ന ശേഷം എന്തെങ്കിലും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സന്തോഷമുള്ള നിമിഷങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇത് സാധിക്കില്ല എന്ന് തോന്നിയിട്ടില്ല, പിന്നീട് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കാരണം നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരുപാട് ഇൻഫ്ലുവൻസർമാർ, ഒരുപാട് നമ്മൾ സെലിബ്രിറ്റികളായി കണ്ട പല ആൾക്കാരും ഇന്ന് നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളെ ഒരു മന്ത്രിയുടെ ഒരു പരിപാടിക്ക് ഔപചാരികമായി നമുക്ക് ക്ഷണമുണ്ടായിരുന്നു, ഒരു സജി ചെറിയാൻ മന്ത്രിയുടെ. അപ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അന്ന് നമ്മൾ ഉണ്ടാവില്ല എന്ന് കരുതിയ ഒരു നിമിഷങ്ങളാണ്. പിന്നെ രണ്ടാമത് മുഖ്യമന്ത്രി നടത്തിയ ഒരു മുഖാമുഖം പരിപാടി, അതിലും ഒരു പാലക്കാട്ടെ തിരഞ്ഞെടുത്ത 3 ഇൻഫ്ലുവൻസർമാരിൽ ഒരാളായിട്ട് നമുക്കത് പോകാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി പാലക്കാട് വരുന്ന എല്ലാ സെലിബ്രിറ്റികളുടെ പ്രോഗ്രാമിലും, കാരണം അതിൻ്റെ ഒരു വരവറിയിച്ചു കൊണ്ടുള്ളൊരു വീഡിയോ അത് നമ്മുടെ, കാരണം ഇപ്പോൾ നമ്മുടെ വേദനയൊക്കെ വരുന്നതിൻ്റെ ഇൻട്രോ, അതായത് വേടം വരുന്നുണ്ട് എന്നുള്ളൊരു വീഡിയോ, അത് നമ്മളാണ്. ഇതൊന്നും നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത സംഭവങ്ങളാണ്, ചെയ്യാത്ത കാര്യം അത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പലരെയും നമുക്ക് നമ്മുടെ പേര് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ പോയി പരിചയപ്പെടുമ്പോൾ ഇങ്ങനെ ഷമീർ പാലക്കാടെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ, നമ്മുടെ വയറിലായ ഏതെങ്കിലും ഒരു വീഡിയോ അത് കണ്ട വ്യക്തിയായിരിക്കും. അതെ അതെ അതെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശ്രീ ബാലാജി ബസ്സിൽ ഇങ്ങനെ കുട്ടികളെ വളരെ ടേക്ക് കെയർ ചെയ്യുന്ന ആ ഒരു ഡ്രൈവർ, ആ ഒരു വീഡിയോ വളരെ നിമിഷ നേരം കൊണ്ടാണ് നമുക്ക് 1 മില്യൺ അടിച്ചത്. എങ്ങനെയായിരുന്നു ആ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം? അത് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷ്വൽ. അതായത് ഈ ആനമാറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളത് വീഡിയോ അത് കാണുന്നത്, ആ ഒരു വിഷ്വൽ. കാരണം ഈ ആനമാറിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. കാരണം നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ എന്നും നിൻ്റെ മൊയ്തീൻ സിനിമയിൽ മുഖമായിട്ട് ലൊക്കേഷൻ അത്രയും മനോഹരമായ ഒരു 3 കൂടിയ കവലയാണ്, അരിയാലുകളുള്ള ഒരു മനോഹരമായ കവല. അപ്പോൾ അവിടെ ഒരു 1-2 തവണ പോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു സംഭവം കാണുന്നത്. കുട്ടികൾ റോഡ് ക്രോസ് ചെയ്ത് വരുന്നു, ബാഗ് ഡ്രൈവറെ ഏൽപ്പിക്കുന്നു, ഡ്രൈവർ സുരക്ഷിതമായി പുറകിലുള്ള യാത്രക്കാർ കൊടുക്കുന്നു, എന്നിട്ട് ഇവരെല്ലാം കയറിയ ശേഷമാണ് ആ ഡ്രൈവർ അതെടുക്കുന്നത്. കാരണം നോർമലി അവിടെ ഇത് വർഷങ്ങളായിട്ട് അവിടെ നടക്കുന്ന പരിപാടിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ ആ ഇൻഫ്ലുവൻസർ നോക്കുന്ന കാഴ്ച ചിലപ്പോൾ വേറെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ബസ് വരാൻ വേണ്ടി അതിൻ്റെ ഒരു ദിവസം പോയി മെനക്കെട്ട് നിന്നു. അപ്പോൾ നിന്നത് കണ്ടത് വീഡിയോ പോസ്റ്റ് ചെയ്തു. അവരോട് അനുവാദം ചോദിച്ചിട്ടായിരുന്നോ? ഇല്ല, ഈ സംഭവങ്ങൾ ഇവർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ അതൊരു തരംഗാനം 12 മണിക്കൂർ കൊണ്ടൊക്കെ അത് 1 മില്യൺ അടിച്ചു. കാരണം ഈ ബസ് തിരിച്ച് അവിടെ നിന്ന് ഉച്ചയ്ക്ക് പാലക്കാട് എത്തുമ്പോൾ ഇവരവിടെ സ്വീകരിക്കുകയാണ്. ബാക്കിയുള്ള ഡ്രൈവർമാർ ഇവർ മധുരം കൊടുത്ത് അവിടെ സ്വീകരിക്കുക. വൈകിട്ട് സകല ചാനലുകളിലും ഇത് വീഡിയോസുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം അപ്പോൾ കുറച്ചുകൂടെ നമ്മളൊന്ന് അപ്ഗ്രേഡായി, അതെ, റീച്ചായി. ശരിക്കും ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കണം, നമ്മുടെ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ പുറത്തെത്തിക്കുകയും വേണം. നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അപ്പോൾ നമ്മളതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ നമുക്ക് ഒരുപാട് നമ്മുടെ കണ്ണിൽ കാണും. കാരണം പലരും നെഗറ്റീവാണെന്ന് കരുതുന്ന കാര്യങ്ങളായിരിക്കും പലരും അതിൽ. കാരണം ഒരു വീഡിയോസ് ഇട്ടാലും ഞാൻ പറഞ്ഞല്ലോ, അതിൽ കുറേ അധികം നെഗറ്റീവ് കമൻറ്റുകളുണ്ടാവും. അപ്പോൾ ഇതിലും കുറേ പറയുന്നത്, കാരണം കുട്ടികൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്നത് ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ നമ്മൾ അതങ്ങനെ, കാരണം എപ്പോഴും ഏതൊരു നാട്ടിലും പ്രൈവറ്റ് ബസ്സുകാരും അവിടുത്തെ വിദ്യാർത്ഥികളും പ്രശ്നം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സ്വന്തം മക്കളെപ്പോലെ ഒരു ബസ്സുകാരെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതിന് ശരിക്കും നമ്മുടെ പ്രേക്ഷകർ അത് അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാട്ടെ. ഓക്കെ, ജില്ലാ കളക്ടറുടെ ഒരു മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ചിത്ര മാഡത്തിൻ്റെ, നേരത്തെ പാലക്കാട് ജില്ലാ കളക്ടർ ചിത്ര മാഡത്തിൻ്റെ ഒരു മെസ്സേജ് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്കൂളിൻ്റെ ഒരു പരിപാടി ഞാൻ പോയി വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരു റാഗി ഫെസ്റ്റിൻ്റെ മില്ലറ്റ് ഫെസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇപ്പോൾ മാഡം നമ്മൾ ഫോളോ ചെയ്യുന്നില്ല, നമ്മളത് അറിയുന്നില്ല. മാഡത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ മാഡമാണെന്ന് ചീഫ് ഗസ്റ്റ് നമ്മൾ മാറി നിന്ന്, കാരണം ഒരു ഇൻഫ്ലുവൻസറെ ഒരു വീഡിയോ എടുക്കാൻ വിളിക്കുമ്പോൾ നമ്മളോട് ഗസ്റ്റ് അല്ലല്ലോ, ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു. അത് വീഡിയോ അത്യാവശ്യം നല്ല റീച്ചായി. നല്ല ഒരു റീച്ചാവുന്ന സമയത്താണ് ചിത്ര മാഡം ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ വോയിസ്, കാരണം അതിൽ ഞാൻ എന്നെ കാണിക്കുന്ന പോലുമില്ല ആ വിഷ്വലിൽ. അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ തന്നെ മാഡത്തിന് മനസ്സിലായിട്ട് പറഞ്ഞു. ഞാനിങ്ങനെ കുറേയായി വീഡിയോസുകൾ കാണുന്നുണ്ട്,
എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ കണ്ടില്ലാലോ എന്ന് പറഞ്ഞിട്ട് മേഡാന്ന് ഇങ്ങനെ മെസ്സേജ് അയച്ചു. അതൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം. പറയുമ്പോൾ ഒരു 8 വരി അല്ലെങ്കിൽ 9 വരിയുള്ള ഒരു മെസ്സേജാണ്. പക്ഷെ ഒരു ജില്ലാ കളക്ടർ എന്നുള്ള രീതിക്ക് ഏതെങ്കിലും ഒരാൾ ഒരു പേഴ്സണലി അയക്കുന്നതാണെങ്കിൽ പോലും വളരെയധികം വലിയൊരു അംഗീകാരം തന്നെയായിരുന്നു അത്. ആദ്യമൊക്കെ ഇപ്പോൾ മൊബൈൽ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഷമീർ പാലക്കാട് ഉണ്ടായിരുന്നില്ല. ആദ്യം അങ്ങനെയൊന്നും വരാറില്ലായിരുന്നു. പിന്നെ അതെങ്ങനെയാണ് അത് മാറ്റിയെടുത്തത്? അല്ല, ഇന്നും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ ഈ മാളുകളിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ആൾക്കാരിങ്ങനെ നോക്കും. ഒരു 10-12 ടേക്കായിരിക്കും നമ്മളൊരു ഇൻട്രോ എടുക്കുന്നത്. പക്ഷെ അതല്ലാത്ത നമ്മൾ സ്പേസുകളുണ്ടാവും. അവിടെ നമ്മൾ ഒരു പാടത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ട് ഒരു വീഡിയോ ആണെങ്കിൽ 1 മണിക്കൂർ വേണമെങ്കിലും സംസാരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അത് ആ പേടി ഇപ്പോഴും ഉണ്ട്. മാറിയിട്ടൊന്നുമില്ല. അത് മാറിയിട്ടൊന്നുമില്ല, അത് മാറില്ല. കാരണം പൊതുവെ ഞാൻ കൂടുതലും ബാക്ക്ഗ്രൗണ്ട് വോയിസ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം ആളുകൾ ഒരു ഫേസ് ചെയ്യാനും, കാരണം നമ്മൾ കൂടുതലും നമ്മൾ ചിരിച്ചു പോകും അങ്ങനെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴൊക്കെ. അതാണ് പിന്നെ. ഓക്കെ, ഇപ്പോൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന 1-2 വീഡിയോസൊക്കെ പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും? ഞാൻ പറഞ്ഞത്, ഒന്ന് ശ്രീ ബാലാജി. രണ്ടാമത് നമ്മൾ സാധാരണ എല്ലാവരും ചോദിക്കണ്ട, കാരണം നമ്മളൊരു ഹോട്ടലിൽ പോയി നമ്മൾ കുറേ ഫുഡുകൾ നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ഇവരെല്ലാം വിചാരിക്കും നമ്മൾ മാക്സിമം ഒരിക്കലും അത് അകത്താക്കാൻ പറ്റില്ല. കാരണം നമ്മളത് അവിടെ സെറ്റ് ചെയ്ത് ഏകദേശം 1/4-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ കഴിക്കാനിരിക്കുന്നത്. കാരണം ഇത് മുഴുവനും ഓരോ വിഭവങ്ങളും നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് ഈ സ്പൂണുകൾ എടുത്തതും ബാക്കിയുള്ളതൊക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ വടക്കഞ്ചേരിയിൽ ഒരു തട്ടുകടയാണ്, അത്യാവശ്യം ഫേമസായ ഒരു തട്ടുകടയിൽ പോയി നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. ബാലൻസ് ഫുഡ് നമ്മൾ പാക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 3-4 ബോട്ടിൽ മിനറൽ വാട്ടറും കൂടെ വെക്കുന്നു പറഞ്ഞു. അപ്പോൾ അത് ആൾ പറഞ്ഞു, ഷമീർ വീട്ടിക്കല്ല, ഞാൻ കുറച്ചുകൂടെ ആക്കട്ടെ എന്ന് വെച്ചു. ഞാൻ അല്ല, വീട്ടിക്കല്ല, കാരണം നമ്മുടെ ഈ വടക്കഞ്ചേരി മേൽപ്പാലത്തിൻ്റെ താഴെ കുറച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്ന നാടോടികൾ താമസിക്കുന്നുണ്ട്, നമ്മുടെ കക്കൂസ് കുഴിയൊക്കെ വൃത്തിയാക്കാൻ വരുന്നവർ. അപ്പോൾ അതിലെ കുട്ടികൾ ഈ കലത്തിന് ചുറ്റും ഇരിക്കുക. ഞാൻ ഷൂട്ടിന് പോകുന്ന സമയത്ത് അവിടെ ഭക്ഷണം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 6-7 കുട്ടികൾ, പല പ്രായത്തിലുള്ളവർ. കാരണം അതിൽ 3 വയസ്സായ കുട്ടിയുണ്ട്, 5 വയസ്സായ കുട്ടിയുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് അവരൊന്നും ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അവർ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞു, ഞാൻ അവിടെ കൊടുക്കാനാണ് ഞാൻ പോകുന്ന വഴിക്കുന്നത്. അപ്പോൾ ആളെന്നോട് തരുമ്പോൾ ചുരുങ്ങിയത് ഞാൻ പാർസലാക്കാൻ പറഞ്ഞത് ഒരു 4-5 പേർക്കുണ്ടാവുള്ളൂ. ഏകദേശം ഒരു 10-15ഓളം ആളുകൾക്കുള്ള സെപ്പറേറ്റ് ഫുഡുകൾ ആക്കി, അത്രയും ബോട്ടിൽ മിനറൽ വാട്ടർ ആക്കി, എക്സ്ട്രാ ഈ നോൺ വെജൊക്കെ ആക്കി മൂപ്പര് തന്നു. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ ചിന്തിക്കാനുള്ള ആൾക്കാരുണ്ട്. പിന്നും ആ വീഡിയോസ്, കാരണം നമ്മൾ പല കാര്യങ്ങളും പലതരം വീഡിയോസിൽ നമ്മൾ ആഡ് ചെയ്യാറില്ല. അപ്പോൾ